ഈ ക്ഷേത്ര നടയിൽ ഇവിടെ എന്തൊക്കെ ചെയ്താലും ഭഗവാൻ അറിയാതെ ഞങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റൂല. നടന്നു വരുന്നത് എല്ലാ ദിവസവും നടന്ന് ഈ കോവിൽ വരുമായിരുന്നല്ലോ. നിത്യപൂജകൾക്ക് കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് വടിയൊന്നുമില്ല. നിത്യപൂജകൾക്കായിട്ട് അച്ഛൻ തള്ളേ കാല് വാരരുത്. എന്നെ കൊലക്ക് കൊടുക്കാനല്ലേ നിങ്ങളെ പരിപാടി? കൃത്യമായിട്ട് ഭക്ഷണാഹാരം മരുന്ന് ഇതെല്ലാം കറക്റ്റാ. ആരോഗ്യം നല്ല കിടരോഗിയുടെ ഒരു ശരീരപുഷ്ടിയും ഒരു കുറവില്ല. ചായ കുടിച്ചില്ല? അയ്യോ ഷുഗർ എന്നാ കുറച്ച് മിച്ചറെങ്കിലും. അയ്യോ പ്രഷർ പ്രായം അനുസരിച്ചുള്ള കാഴ്ചക്കുറവ്, പ്രായം അനുസരിച്ചുള്ള ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കാൻ പറ്റില്ല. അത്ര വ്യത്യാസമുള്ള, അല്ലാതെ ഗാന്ധിജിയുടെ ഒപ്പം പഠിച്ച ആളാണ് കേട്ടിരിക്കുന്നത്. അവർക്ക് ആഹാരത്തിന് വേറെ ഒരു രീതിയിൽ നല്ല സ്മൂത്ത് ആയ ആഹാരം തന്നെ അവര് കഴിച്ചത്. നന്നായിട്ട് തന്നെ ഇരുന്നത്. അതൊന്നും ഇതിന് ശിവന് കൈലാസോടാ വിളിച്ചോ വിളിച്ചോ നിന്റെയൊക്കെ തൊണ്ട പൊട്ടുന്നല്ലാതെ ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട് അത്ര നല്ല രീതിയിലാണ്. പിന്നെ പരമാർത്ഥം ദിവസം കുളിക്കുന്ന ആളാണ്. എന്നെ കൊടുക്കാൻ പോവാ വേണോ? ക്ഷേത്രമാണ്. നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഹിന്ദു ധർമ്മം, സനാതന ധർമ്മം നിലനിർത്തി നിങ്ങൾ ചെയ്യുന്ന ആളാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ?